والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ നമ്മെ ഒരുമിച്ചതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നമ്മെ ഒരുമിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും സ്വർഗവും പ്രദാനിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തെ പ്രയാസപ്പെടുന്ന പലസ്തീനികളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഏതൊരു മുന്നേറ്റങ്ങളെയും വളരെ സംശയത്തോടുകൂടെയും ഭയപ്പാടോടെയും കാണുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും പരിശുദ്ധമായ മക്കയിൽ ലക്ഷക്കണക്കായ ആളുകൾ, മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടി പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ച് തിരിഞ്ഞു പോകുമ്പോൾ ഈ ഹജ്ജ് എങ്ങനെ അമേരിക്കക്കെതിരെ വരുന്നു, മുസ്ലിമീങ്ങളിൽ അമേരിക്കൻ വിരുദ്ധ മനോഭാവം ശ്രദ്ധിക്കാൻ ഹജ്ജ് കാരണമാകുന്നുണ്ടോ എന്നുള്ളൊരു ഭയപ്പാട് അമേരിക്കക്കാർക്കിടയിൽ ഉണ്ടാവുകയും അതിനെക്കുറിച്ചൊരു പഠനം നടത്താൻ വേണ്ടി അമേരിക്കയിലെ ഡേവിഡ് കെന്നഡ് യൂണിവേഴ്സിറ്റി ഒരിക്കൽ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. 2006 അവരിത് സംബന്ധമായ ഒരു പഠനത്തിന് തയ്യാറായത്. കെന്നഡി യൂണിവേഴ്സിറ്റിയിലെ 3 വളരെ പ്രധാനപ്പെട്ട ഉയർന്ന 3 പണ്ഡിതന്മാർ, അതിലൊരാൾ മുസ്ലിമാണ്, 2 പേര് ക്രിസ്ത്യാനികളാണ്. അസീം ഏജാസ് ഖാജ എന്ന് പറയുന്ന ഒരു മുസ്ലിം, 2 ക്രിസ്ത്യാനികളും അടങ്ങുന്ന ഒരു സംഘം ഹജ്ജിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആയിരക്കണക്കായ ഹാജിമാരെ കണ്ട് സർവേ നടത്തി അവര് 3 റിപ്പോർട്ടുകളാണ് 2007 പുറത്തുവിട്ടത്. അതിലൊന്ന്, എല്ലാ വർഷവും പരിശുദ്ധമായ മക്കയിൽ നടക്കുന്ന ഈ ഹജ്ജ് കർമ്മം മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യം വർദ്ധിപ്പിക്കാൻ കാരണമായി തീരുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു കണ്ടുപിടുത്തം. മുസ്ലിമീങ്ങളെ കൂടുതൽ ഐക്യപ്പെടുത്താൻ ഹജ്ജ് ഉപകരിക്കുന്നു. രണ്ടാമതായി അവർ കണ്ടുപിടിച്ചത്, മുസ്ലിമീങ്ങളുടെ ഏകത ഉണ്ടാകുമ്പോൾ, ഐക്യവും സഹിഷ്ണുതയും ഉണ്ടാകുമ്പോൾ അത് മറ്റു മതങ്ങളോടുള്ള ബഹുമാനം അവർക്കിടയിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മറ്റു മതങ്ങളോടുള്ള ഒരു വിരോധ മനോഭാവം ഹജ്ജ് മുസ്ലിമീങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നില്ല എന്നാണ് അവർ കണ്ടെത്തിയത്. മൂന്നാമത് അവർ പരിശോധിച്ചത്, ഹജ്ജ് ഒരു അമേരിക്കൻ വിരുദ്ധ മനോഭാവം ഹാജിമാർക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നതായിരുന്നു. അതിന്റെയും റിസൾട്ട് ഇല്ല എന്നാണ്. ഒരു അമേരിക്കൻ വിരുദ്ധ മനോഭാവം ഒരിക്കലും ഹജ്ജ് മുഖേന മുസ്ലിമീങ്ങളിൽ ഉണ്ടാകുന്നില്ല. ഈ 3 റിപ്പോർട്ടുകളും അവർ 2007 പുറത്തുവിട്ടിട്ടുണ്ട്. സഹോദരങ്ങൾ, ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിനരാത്രങ്ങൾ പരിശുദ്ധമായ ദുൽഹിജ്ജിന്റെ ദിനങ്ങളാണ്. അതിപ്രധാനമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.
സൗദി അറേബ്യയിൽ മാസപ്പിറവി ദൃശ്യമായതനുസരിച്ച് മാസം നിർണ്ണയിക്കുകയും വരുന്ന വ്യാഴാഴ്ച ദിവസം പരിശുദ്ധമായ അറഫ അവിടെ നടക്കാൻ പോവുകയാണ്. വെള്ളിയാഴ്ച അവിടെ പെരുന്നാൾ ആഘോഷിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ മാസപ്പിറവി നിർണ്ണയിച്ചതനുസരിച്ച് ശനിയാഴ്ച നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കും. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം മക്കയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ദുൽഹിജ്ജിന്റെ 10 ദിനങ്ങൾ എന്നാണ്. വിശുദ്ധ റമദാനിന്റെ അവസാന 10-നേക്കാൾ പോലും പകലിനെ പരിഗണിച്ചാൽ പ്രാധാന്യമുള്ളത് ദുൽഹിജ്ജിന്റെ ആദ്യത്തെ 10. ലൈലത്തുൽ ഖദർ വരുന്നുണ്ട്. രാത്രിയുടെ പ്രാധാന്യം റമദാനിലെ അവസാന 10-നാണ്. അപ്പൊ ദുനിയാവിലെ ദിവസങ്ങളിൽ അതിപ്രധാനമായ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിലും സൂറത്തുൽ ഫജ്റിലും ദുൽഹിജ്ജിന്റെ 10 ദിനരാത്രങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നു. സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു വൽ ഫജ്രി വലയാലിൻ അശ്ർ, ഫജ്റിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ദുൽഹിജ്ജിന്റെ 10 ദിനങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വശഫീ വൽ വത്രി, ഒറ്റയും ഇരട്ടിയും. അതായത് ദുൽഹിജ്ജ് 9, ദുൽഹിജ്ജ് 10, അറഫാ ദിനവും ബലിപെരുന്നാളിന്റെ ദിനവും. ഇതിനെയൊക്കെ പിടിച്ച് അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ സൂറത്തുൽ ഫജ്റിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അല്ലാഹു സത്യം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തതാണ് ഈ ദുൽഹിജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് അതി പ്രധാനമാണ്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറയുന്നത് ലിയദ്കുറു സ്മല്ലാഹി, ഈ അറിയപ്പെട്ട ദിവസങ്ങളിൽ അയ്യാമുൽ മഅലൂമാത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കാൻ വേണ്ടി എന്നാണ്. ഈ അറിയപ്പെട്ട ദിനങ്ങളും ദുൽഹിജ്ജിന്റെ 10 ദിനങ്ങളാണ്. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ അതിപ്രധാനമായ ദിവസങ്ങളിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസത്തിന്റെ മഹത്വത്തെ കുറിച്ച്, ഇതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഹദീസ്, മാമിൻ അയ്യാമിൻ, ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങൾ ഈ ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങളാണ്. ഇതിനേക്കാൾ പടച്ച തമ്പുരാൻ ഇബാദത്ത് ഇഷ്ടപ്പെടുന്ന ഒരു ദിവസവും ഇല്ല. ഇത് പറയുമ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ദുൽഹിജ്ജിന്റെ 10 ദിനങ്ങളിലുള്ള ഇബാദത്ത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെയ്യുന്ന ജിഹാദിനേക്കാൾ പുണ്യമാണോ? ഒരു വിശ്വാസി അവൻ കലിമ ഉച്ചരിച്ചാൽ അവനെ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദാണ്. സഹാബത്ത് അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ റസൂലിനോട് ചോദിക്കുന്നത്, റസൂലേ, ജിഹാദിനേക്കാൾ പുണ്യമാണോ ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങളുടെ ഇബാദത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ജിഹാദ് പോലും ഇതിന് തുല്യമല്ല. ജിഹാദിനേക്കാൾ മഹത്തരമാണ്. ഇല്ലാ റജുലൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ മിൻ ദാലിക, എന്നാൽ ഒരാൾ ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു, അവനവന്റെ ശരീരം, അവന്റെ സമ്പത്ത് എല്ലാം ആയി അവൻ പുറപ്പെട്ടു, എന്നിട്ട് ഫലം യർജി ബിശൈഇൻ മിൻ ദാലിക, ഒന്നും തിരിച്ചുകൊണ്ടുവന്നില്ല. സമ്പത്ത് മുഴുവനും ആയും രണാങ്കളത്തിൽ അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചു. അവന്റെ ശരീരത്തെ അവൻ ഷഹീദാക്കി, അല്ലാഹുവിന് വേണ്ടി അവന്റെ ജീവൻ കൊടുത്തു. ഈ മനുഷ്യനെ മാറ്റി നിർത്തിയാൽ സാധാരണ രീതിയിൽ ജിഹാദിനേക്കാൾ പുണ്യമുള്ള ഇബാദത്താണ് ഈ ദുൽഹിജ്ജിന്റെ 10 ദിനങ്ങളിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ ചെയ്യുന്നത്. ആ നിലയ്ക്ക് ഈ ദുൽഹിജ്ജിന്റെ ദിനരാത്രങ്ങളുടെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളണം. സാധാരണ നമ്മൾ വിശുദ്ധ റമദാനിൽ കൊടുക്കുന്ന പവിത്രതയൊന്നും ഈ ദുൽഹിജ്ജിന്റെ ദിനരാത്രങ്ങൾക്ക് കൊടുക്കാറില്ല. ആ നിലയ്ക്ക് നമ്മൾ ഇതിനെ മനസ്സിലാക്കാറില്ല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഊന്നി പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ദിനരാത്രങ്ങൾക്ക് ഇത്ര മഹത്വം വരാൻ കാരണം? അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ലിജിത്തിമായി ഉമ്മഹാത്തുൽ ഇബാദാത്തി ഫീഹാ,
പരിശുദ്ധ ഇസ്ലാമിലെ അതിപ്രധാനമായ എല്ലാ ആരാധനകളും ഈ 10 ദിവസങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന് കാരണം. അതിപ്രധാനമായ 4 ഇബാദത്തുകളുണ്ട്: നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഇത് 4ഉം സംഗമിക്കുന്ന ദിവസമാണ് ഈ 10 ദിവസം. റമദാനിൽ നോമ്പുണ്ട്, സക്കാത്തുണ്ട്, നിസ്കാരമുണ്ട്. പക്ഷെ ഹജ്ജ് റമദാനിൽ ചെയ്യാൻ കഴിയില്ല. ഹജ്ജ് ചെയ്യാൻ ഈ ദുൽഹിജ്ജിലേ കഴിയും. അതുകൊണ്ട് 4 ഇബാദത്തുകളും സംഗമിക്കുന്ന ദിവസങ്ങൾ എന്ന നിലയ്ക്കാണ് ഈ ദുൽഹിജ്ജിന്റെ ദിനരാത്രങ്ങൾ ഈ നിലയ്ക്ക് പവിത്രമായി തീരുന്നു. സർവോപരി അറഫാ ദിനം, ഒരു വർഷത്തിലെ ദിവസങ്ങളുടെ നേതാവ് എന്ന് വിളിക്കപ്പെടുന്നത് അറഫാ ദിനത്തെയാണ്. ആ അറഫാ ദിനം വരുന്നത് ഈ ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ നന്മകളുടെ പ്രതിഫലം വർദ്ധിക്കും, തിന്മകളുടെ ഗൗരവവും കൂടും. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ 700 ഇരട്ടി പ്രതിഫലം ചെയ്യപ്പെടും. അതേപോലെ തന്നെ തിന്മകളുടെ ഗൗരവം കൂടും. ഈ ദിവസങ്ങളിൽ തിന്മ ചെയ്യുന്നത് മറ്റ് ദിവസങ്ങളിൽ തിന്മ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ്. അതുകൊണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. എന്ത് ഇബാദത്താണ് ചെയ്യേണ്ടത്? എല്ലാ ഇബാദത്തുകളും ഈ ദിവസങ്ങളിൽ നമ്മൾ അധികരിപ്പിക്കണം. നന്മകൾ തുടങ്ങാൻ പറ്റിയ ദിവസമാണ്. ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത നന്മകൾക്ക് ഈ 10 ദിവസങ്ങളിൽ നമ്മൾ തുടക്കം കുറിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅക്സിറു ഫീഹിന്ന മിനൽ തഹ്ലീലി വത്തസ്ബീഹി വത്തഹ്മീദ്. നിങ്ങൾ പ്രധാനമായിട്ടും ഈ 10 ദിവസങ്ങളിൽ ചെയ്യേണ്ടത് കൂടുതലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, സുബ്ഹാനല്ലാഹ് എന്ന് പറയുക, അല്ലാഹു അക്ബർ എന്ന് പറയുക. ഇതാണ് പ്രധാനമായും ഈ ദിവസങ്ങൾ അധികരിപ്പിക്കേണ്ടത്. ബഹുമാന്യരായ സഹാബാക്കൾ ഈ ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങുമായിരുന്നു. അങ്ങാടികളെ തക്ബീർ കൊണ്ട് മുഖരിതമാക്കുന്ന ദിവസങ്ങളായിരുന്നു ഈ ദിവസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 വാക്കുകളാണ്: സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചതമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ. ഇത് നമ്മൾ ഈ ദിനരാത്രങ്ങളിൽ കൂടുതലായി അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മളുടെ അതിപ്രധാനമായി വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചെയ്യുന്നത്. പരിശുദ്ധമായ അറഫയുടെ ദിവസം നമ്മുടെ മുന്നിലുണ്ട്. അറഫ എന്ന് പറയുന്ന അതിപ്രധാനമായ, ഈ ദുനിയാവിലെ ഏറ്റവും പ്രധാനമായ ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. ഹജ്ജിമാർ, നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ ഹജ്ജിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഹജ്ജ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഒരു അപകടവും പ്രയാസവും ഇല്ലാതെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് പുണ്യ റൗളയിൽ സിയാറത്ത് ചെയ്ത് സുരക്ഷിതരായി അവരുടെ നാടുകളിലേക്ക്, വീടുകളിലേക്ക് എത്താൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഹാജിമാരും പരിശുദ്ധമായ അറഫ മൈതാനിയിൽ ഈ വരുന്ന വ്യാഴാഴ്ച മുഹറിന് ശേഷം സംഗമിക്കാൻ പോവുകയാണ്. ഏകദേശം മക്കയിൽ നിന്നും 25 കിലോമീറ്റർ അകലെയുള്ള അറഫ എന്ന് പറയുന്ന ആ മൈതാനിയിൽ 10 കിലോമീറ്റർ നീളവും 6 കിലോമീറ്റർ വീതിയുമുള്ള പ്രദേശത്ത് ഏതാണ്ട് 30 ലക്ഷത്തോളം ഹാജിമാർ ഒരേ സമയത്ത്, ഒരേ വേഷത്തിൽ, ഒരേ തൽബിയത്തിൽ, ഒരേ ആഗ്രഹത്തിൽ അവരവിടെ സംഗമിക്കാൻ പോകുകയാണ്. അറഫ സംഗമത്തിന്റെ ദിവസമാണ് വരുന്ന വ്യാഴാഴ്ച. അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറഫയിലെത്താൻ നമുക്ക് കഴിഞ്ഞില്ല. ഹജ്ജ് ചെയ്യാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അറഫയിലെത്താൻ കഴിയാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറഫയുടെ ചൈതന്യം ഉൾക്കൊള്ളണം. നമ്മൾ ഹാജിമാരോടൊപ്പം മനസ്സുകൊണ്ട് സഞ്ചരിക്കണം. നമ്മുടെ ശരീരം എവിടെയാണെങ്കിലും നമ്മുടെ മനസ്സ് അറഫയിലായിരിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അവരുടെ അറഫ സ്വീകരിക്കപ്പെടുമ്പോഴാണ് അവരുടെ പ്രാർത്ഥന പടച്ചു സ്വീകരിക്കുക. നാം ഹജ്ജിന് വേണ്ടി പോയപ്പോൾ അവരോട് നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഫലസ്തീനികൾക്ക് വേണ്ടി നാം എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടാണ് ഹാജിമാരെ പറഞ്ഞു വിട്ടത്. അവരുടെ ഹജ്ജ് സ്വീകരിച്ചാലേ നമ്മുടെയും ലക്ഷ്യം പൂർത്തീകരിക്കൂ. അതുകൊണ്ട് പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് ഈ വർഷത്തെ അറഫ സ്വീകരിക്കപ്പെടാൻ വേണ്ടി, ഹജ്ജ് സ്വീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥന നിരതരാകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അറഫ ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. സുന്നത്ത് നോമ്പുകളിൽ അതിപ്രധാനമായ നോമ്പാണ് അറഫ ദിവസത്തെ നോമ്പ്. ആ നോമ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹ്തസിബു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ നിന്നും ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് ആ നോമ്പ്, ഒരൊറ്റ നോമ്പ്, യുകഫിറ സനത്തല്ലത്തി ബഅദഹാ വല്ലത്തി,
2 വർഷത്തെ നോമ്പ് പാപം പൊറുപ്പിക്കുമെന്നാണ്. കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും 2 വർഷത്തെ പാപം പൊറുപ്പിക്കപ്പെടുമെന്നാണ് ഞാൻ ഈ നോമ്പിന്റെ പ്രതിഫലമായി അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരൊറ്റ നോമ്പ് കൊണ്ട് 2 വർഷത്തെ പാപം തന്നെയല്ല, വരാനിരിക്കുന്ന വർഷത്തെ പാപം പൊറുപ്പിക്കപ്പെടണമെങ്കിൽ വരാനിരിക്കുന്ന വർഷം നമ്മൾ ജീവിച്ചിരിക്കണ്ടേ. ഈ ഹദീസിന്റെ താല്പര്യത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞു, ആർക്കാണോ അറഫാ നോമ്പ് പിടിക്കാൻ ഭാഗ്യം കിട്ടുന്നത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 1 വർഷത്തേക്ക് ആയുസ് കൊടുക്കും. അടുത്ത വർഷം ജീവിച്ചിരിക്കേണ്ടവർക്ക് അല്ലാഹു അറഫാ നോമ്പിലുള്ള ഭാഗ്യം കൊടുക്കും എന്നുപോലും മഹാന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് അറഫാ നോമ്പ് നമ്മൾ ആരും നഷ്ടപ്പെടുത്തരുത്. ഒരു നോമ്പ്, ഒരു സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം എന്നുള്ളത്, ഒരാളൊരു സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ 70 വർഷം അകലെ നരകത്തിൽ നിന്ന് ദൂരെയായി തീരുമെന്നാണ്. അപ്പൊ അറഫ എന്ന് പറയുന്ന അതിപ്രധാനമായ നോമ്പിന്റെ കൂലി എത്രയായിരിക്കും? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അറഫ നോമ്പ് അനുഷ്ഠിക്കുക. അറഫ എന്നുള്ളത് നമുക്കറിയാം വ്യാഴാഴ്ചയാണ്, നമ്മുടെ ദുൽഹിജ്ജ് 9 എന്നുള്ളത് വെള്ളിയാഴ്ചയാണ്. സാധാരണ ഇങ്ങനെ വരുമ്പോൾ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ടാകാറുണ്ട്. അതിന് പ്രശ്നമില്ല. വ്യാഴാഴ്ച നോമ്പ് പിടിക്കുക, വെള്ളിയാഴ്ച നോമ്പ് പിടിക്കുക. വ്യാഴാഴ്ച ആണ് ഹാജിമാർ അറഫയിൽ നിൽക്കുന്നു, നമുക്ക് വ്യാഴാഴ്ച നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. വെള്ളിയാഴ്ച നമ്മുടെ ദുൽഹിജ്ജ് 9 2 ദിവസം കൂടി നോമ്പ് പിടിച്ചാൽ നമുക്ക് ഈ ആശയക്കുഴപ്പത്തിൽ രക്ഷപ്പെടുകയും ചെയ്യാം. 2 നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അറഫക്ക് നോമ്പില്ല. അറഫയിൽ നിൽക്കുന്ന ഹാജിമാര് നോമ്പ് പിടിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അത് പാടില്ല എന്നാ പറഞ്ഞത്. അവർക്ക് നോമ്പല്ല പ്രധാനമാണ്. അവർ അറഫയിൽ നിന്നുകൊണ്ട് മനസ്സുരുകി കണ്ണുനീരിറ്റിച്ചുകൊണ്ട് അവരുടെ പാപങ്ങളെ കുറിച്ച് റബ്ബിനോട് ഏറ്റുപറയേണ്ട സമയമാണ്. ളുഹർ നമസ്കാരത്തിന് ശേഷം അറഫയിലെ അതിവിശാലമായ പള്ളി, 3 ലക്ഷത്തിലധികം ആളുകൾക്ക് നമസ്കരിക്കുന്ന, വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന, 2 നമസ്കാരം മാത്രം നടക്കുന്ന പള്ളിയാണ് അറഫയിലുള്ള പള്ളി. ആ പള്ളിയിൽ അറഫാ ദിവസം ളുഹറിന്റെ സമയമായി കഴിയുമ്പോൾ ളുഹറും അസ്റും ജമ്മാക്കി നമസ്കരിച്ച് ഖുതുബ നിർവഹിച്ചതിന് ശേഷം അറഫാ സംഗമം ആരംഭിക്കുകയാണ്. ഈ 10-30 ലക്ഷം ആളുകൾ ഹാജിമാർ അറഫയിൽ നിന്നുകൊണ്ട് അവരുടെ പാപങ്ങളെ കുറിച്ച് റബ്ബിനോട് ഏറ്റുപറയാണ്. മനുഷ്യൻ അവന്റെ ഉത്ഭവസ്ഥാനത്ത് സംഗമിക്കുക. അവിടെയാണ് ആദമും ഹവ്വയും തിരിച്ചറിഞ്ഞത്. ആദമിന്റെയും ഹവ്വയുടെയും മക്കൾ ലോകാവസാനം വരെ വർഷത്തിലൊരിക്കൽ ആ തറവാട്ടിൽ ചെന്ന്, ഉമ്മയുടെ തറവാട്ടിൽ, വാപ്പയുടെ തറവാട്ടിൽ ചെന്നുകൊണ്ട് സംഗമിച്ച് ആ സംഗമസ്ഥാനത്ത് നിന്നുകൊണ്ട് റബ്ബിനോട് കൈ ഉയർത്തി റബ്ബിന്റെ മുന്നിൽ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ പാപങ്ങൾ പുറത്തു തരണം. അതൊരു സൗഭാഗ്യമാണ്. അതാണ് അറഫയുടെ പുണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ അറഫയിൽ നിന്നിട്ട് അവന്റെ പാപം പൊറുത്തില്ല എന്ന് അവന് തോന്നുന്നെങ്കിൽ ഇനി അവന്റെ പാപം പൊറുക്കാൻ ഈ ദുനിയാവിൽ വേറെ വഴിയില്ല. അറഫയിൽ നിന്നിട്ട് എന്റെ തെറ്റ് മാപ്പാക്കിയില്ല എന്ന് തോന്നുന്നെങ്കിൽ അവന്റെ തെറ്റിന് മാപ്പാക്കപ്പെടാനില്ല. കാരണം തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കപ്പെടാനുള്ള ഏറ്റവും വലിയ സംഗമവേദിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഇടമാണ് ആ 10 കിലോമീറ്റർ നീളവും 6 കിലോമീറ്റർ വീതിയുമുള്ള അറഫ മൈതാനി. അതുകൊണ്ടാണ് അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. സത്യത്തിൽ ഹജ്ജിന് വേറെ കുറെ കർമ്മങ്ങളുണ്ട്. ഇഹ്റാം കെട്ടണം, തവാഫ് ചെയ്യണം, സഅയ് ചെയ്യണം, മുടി വെട്ടണം, ഒക്കെ ഉണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അവിടെ നിൽക്കണം. ഒരല്പ സമയമെങ്കിലും ഈ നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ അവിടെ നിന്നാലേ ഹജ്ജ് കിട്ടുള്ളൂ. ഇല്ലാത്തവർക്ക് ഹജ്ജില്ല. അതുകൊണ്ടാണ് സൗദി ഗവൺമെന്റ് ഏത് രോഗിയെയും ഐസിയുലാണെങ്കിൽ പോലും ആ രോഗിയെ അറഫയുടെ സമയം, അറഫയുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് ആ മൈതാനിയിൽ കൊണ്ടുവന്നവരെ ഒരല്പസമയം നിർത്തും. അത് ആംബുലൻസിലായിരിക്കാം, ഈ എയർ ആംബുലൻസിലായിരിക്കാം. അവിടെ കൊണ്ടുവന്ന് അവന്റെ ചെവിയിൽ അവനോട് പറയും, നീ ഇപ്പോൾ അറഫയിലാണ്, നിന്റെ അറഫയാണ് എന്ന് പറഞ്ഞ് അയാളെ ബോധ്യപ്പെടുത്തിയിട്ട് തിരിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. കാരണം അറഫ നഷ്ടപ്പെട്ട ഹജ്ജിന് കിട്ടില്ല. ഇത്രമേൽ പ്രധാനമാണ് അറഫ. ആ അറഫയിൽ നടക്കാനിരിക്കുന്നത് ലോക മുസ്ലിമീങ്ങളുടെ ഒരു സമ്മേളനമാണ്. അത് അവരുടെ മാത്രം സമ്മേളനമല്ല, അവർ നമ്മുടെ പ്രതിനിധികളാണ്. നമ്മുടെ പ്രതിനിധികളായി നമ്മൾ പറഞ്ഞയച്ചവരാണ് അവർ. അവരവിടെ ചോദിക്കുന്നവരുടെ കാര്യം മാത്രമല്ല, ലോക മുസ്ലിമീങ്ങളുടെ വിജയത്തിന് വേണ്ടിയാണ് ഹാജിമാരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ഹജ്ജ് ഉംറയും മഖ്ബൂലാകാൻ വേണ്ടി, മബ്റൂറാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും, നമ്മളിൽ ആരെങ്കിലും ഈ ഹജ്ജ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അടുത്ത വർഷം തന്നെ ഹജ്ജിന് വേണ്ടി തീരുമാനിക്കുക.
ഹജ്ജിന്റെ ഗൗരവം സമുദായ മേഖലയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈ വർഷം തന്നെ 42,000 ആളുകൾക്ക് ഹജ്ജിന് അപേക്ഷ കൊടുത്തിട്ട് പോലും പോകാൻ കഴിഞ്ഞില്ല. അവരുടെ നെയ്യത്ത് അല്ലാഹു തആല കൂലി നൽകും. ഹജ്ജ് എന്നുള്ളത് അല്ലാഹുവിന്റെ ഒരു തൗഫീഖാണ്. സമ്പത്തുണ്ടായതുകൊണ്ട് നടക്കണമെന്നില്ല, ആരോഗ്യമുണ്ടായതുകൊണ്ട് നടക്കണമെന്നില്ല. ആരെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത്, ആർക്കാണോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വിളി കേൾക്കാൻ കഴിഞ്ഞത്, അവർക്ക് മാത്രമേ ആ പുണ്യഭൂമിയിലെത്താൻ പരിശുദ്ധമായി ഹജ്ജ് നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഹജ്ജ് ചെയ്യാത്ത ആളുകൾ ഇനി ചിന്തിപ്പിക്കരുത്. ഹജ്ജ് എന്നുള്ളത് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഹജ്ജിന്റെ വേളയിൽ പ്രായമായ ആളുകൾ വന്നിട്ട് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട്. യാത്ര എത്ര സുഖകരമാണെങ്കിലും 4-5 ദിവസം നല്ലൊരു കഷ്ടപ്പാട് തന്നെയാണ്. പ്രത്യേകിച്ച് അറഫയുടെ ദിവസം നല്ല കഷ്ടപ്പാടുണ്ട്. ആരോഗ്യമില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ഹജ്ജ് പൂർണ്ണാർത്ഥത്തിൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ച് പ്രായമാകട്ടെ, നന്നാകാമെന്ന് തീരുമാനിക്കേണ്ട. ആരോഗ്യമുള്ള സമയത്ത് ഈ ചെറുപ്രായത്തിൽ തന്നെയാണ് ഹജ്ജിന് പോകേണ്ടത്. എങ്കിലേ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഹജ്ജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഹജ്ജിന്റെ അമലുകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയിട്ടില്ല. സമ്പത്ത് എന്ന് പറഞ്ഞാൽ കോടീശ്വരനൊന്നും ആകണ്ട. നിങ്ങൾ ഹജ്ജിന് പോയി തിരിച്ചു വരുന്നത് വരെ നിങ്ങളുടെ ആശ്രിതർക്കുള്ള ചെലവിന് വകയുണ്ട്. നിങ്ങൾക്ക് പോയി വരാനുള്ള സമ്പത്തും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. മൻമലക്ക സാദൻ റാഹിലത്തൻ തുബല്ലിഹു ഇലാ ബൈത്തില്ല. അല്ലാഹുവിന്റെ ഭവനത്തിൽ പോയി വരാനുള്ള യാത്രാ സാമഗ്രി ഒരാളുടെ കയ്യിലുണ്ട്, വാഹനമുണ്ട്. എന്നിട്ടും വലം യഹുജ്ജ, അവൻ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. വല അലൈഹി യമുത്ത യഹൂദിൻ ഇൻഷാ അല്ലാഹു നസ്റാനിയ. അവൻ ജൂതനായിട്ട് ചത്തുപോയാലും അവൻ നസ്റാനിയായിട്ട് ചത്തുപോയാലും അതൊരു പ്രശ്നമാക്കേണ്ടതില്ല. കാരണം അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് എത്തിപ്പെടാനുള്ള ആരോഗ്യം അന്ന് കൊടുത്തു, സമ്പത്ത് അല്ലാഹു തആല കൊടുത്തു, സാങ്കേതികമായ എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തു. എന്നിട്ടും അവൻ ഹജ്ജ് ചെയ്യുന്നില്ലെങ്കിൽ ഇനി അവനൊരു മുസ്ലിമായി ചാകണമെന്നല്ല, അവനൊരു ജൂതനായി ചത്താലും അവനൊരു ക്രിസ്ത്യാനിയായി ചത്താലും അതൊരു പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഈ ഉമ്മത്തിനെ സ്നേഹിച്ച, അവസാന നിമിഷം വരെ ഉമ്മത്തിനെ കുറിച്ച് ചിന്തിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എത്ര ഗൗരവമാണ് ഹജ്ജിന്റെ കാര്യം. എത്ര മുതലാളിമാരുണ്ട് ഈ മഹലിൽ, എത്ര സമ്പന്നരുണ്ട്, എത്ര ആരോഗ്യമുള്ളവരുണ്ട്. ഇതുവരെ ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കാത്തവർ. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ഈ ആയത്തിന്റെ അർത്ഥമൊന്ന് നിങ്ങൾ ആ പരിഭാഷ എടുത്തൊന്ന് വായിച്ചു. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി, ജനങ്ങളെ നിങ്ങൾക്ക് പടച്ചവൻ ഖുർആന്റെ വീട്ടിൽ പോയി ഹജ്ജ് ചെയ്ത് നിർബന്ധമാണ്. മനിസ്തതാഅ ഇലൈഹി സബീല, അതിന് കഴിയുമെങ്കിൽ, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് വമൻ കഫറ, ഇനി ആരെങ്കിലും കാഫിറാകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ, എന്താ കാഫിറാന്ന് പറഞ്ഞാൽ ഈ സമ്പത്തും ആരോഗ്യം അല്ല കൊടുത്തിട്ടും വമൻ കഫറ ഈ ഹജ്ജിന് തയ്യാറല്ലെങ്കിൽ ഇനി അവരോട് പറയാനുള്ളത് ഫൈനല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, നിങ്ങളുടെ ഹജ്ജൊന്നും അല്ലാഹുക്ക് വേണ്ട. ഇത്ര ഗൗരവമാണ് ഈ ശരി. ഇത്ര ഗൗരവത്തിൽ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒന്നാണ് ഹജ്ജ്. എന്നിട്ട് ഈ നിലയ്ക്ക് സാമ്പത്തികം ഉണ്ടായിട്ട്, ആരോഗ്യം ഉണ്ടായിട്ട് അല്ലാഹുവിന്റെ ഭൂമിയിലേക്ക് എത്തിപ്പെട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിർഭാഗ്യവാൻ എന്നല്ലാതെ എന്താണ് പറയാൻ കഴിയുക. അതുകൊണ്ട് മരണം എപ്പോഴാണെന്നറിയില്ല. അടുത്ത വർഷത്തേക്ക് ഹജ്ജിനെ ചിന്തിപ്പിക്കാമായിരുന്നു. ഒരു വർഷം ആയുസിന് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഇത് കഴിയില്ല. ഇത്രയും പെട്ടെന്ന് ഹജ്ജ് നിർവഹിക്കുക. വിശ്വാസം പറയുന്നുണ്ട്, ദുനിയാവിന്റെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഹജ്ജ് ബന്ധിക്കരുത്. മകളെ കെട്ടിക്കാനുണ്ട്, മകന് വീട് വെക്കാനുണ്ട്, കച്ചവടം തുടങ്ങാനുണ്ട്. ദുനിയാവിന്റെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരാളെ ഹജ്ജിനെ പിന്തിരിപ്പിച്ചാൽ ഹാജിമാരെ മടങ്ങി വന്നാലും ഇവന്റെ കാര്യം അല്ലാഹു നടത്തി കൊടുത്തിട്ടുണ്ടാവില്ല, നടക്കൂല. അതുകൊണ്ട് ദുനിയാവിന്റെ ഒരു കാര്യത്തിന് വേണ്ടി ഹജ്ജ് ബന്ധിപ്പിക്കരുത്. ഹജ്ജ് നിർബന്ധമായി ഉടനെ തന്നെ ചെയ്യണം. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറയുന്നുണ്ട്, അബൂദറേ, ജീവിതത്തിൽ വലിയ വലിയ മഹത്വങ്ങൾ നേടാൻ വേണ്ടി നിങ്ങൾ ഹജ്ജ് ചെയ്യുക. ഇതിനർത്ഥം എന്താണ്? ഹജ്ജ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ആത്മീയമായിട്ട് മാത്രമല്ല, ഭൗതിക അർത്ഥത്തിലും ഹാജി വളരും. 3 ഓഫറുകളാണ് ഹജ്ജ് ചെയ്ത ആളുകൾക്ക് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ 3 ഓഫർ കൊടുക്കുന്നുണ്ട്. ഒന്ന്, അല്ലാഹു അവന്റെ സമ്പത്തിനെ അധികരിപ്പിക്കും. ഹജ്ജിന് ശേഷം സമ്പത്ത് കൂടുകയാണ് ചെയ്യും, കുറയില്ല. ഹാജി ഒരിക്കലും ദരിദ്രനാവില്ല. 3-4 ലക്ഷം മുടക്കുന്നത് നഷ്ടമല്ല. അതിനുശേഷം കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. അനുഭവ സാക്ഷ്യമാണതൊക്കെ. ഹജ്ജ് ചെയ്ത ആരും ദരിദ്രരായിട്ടില്ല. സ്വീകാര്യോഗ്യമായ ഹജ്ജാണെങ്കിൽ ഹജ്ജിന് ശേഷം സമ്പത്ത് കൂടും.
രണ്ടാമത് ഹുദ, സന്മാർഗം വർദ്ധിക്കും, അവന്റെ ഹിദായത്ത് വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും. അത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ കൊടുക്കുന്ന ഒരു ഓഫറാണ്. മൂന്നാമത്തത് അമ്ന്, നിർഭയത്വം കൂടി. ഹജ്ജ് ചെയ്തൊരു ഹാജിക്ക് പിന്നെ പേടിയുണ്ടാവില്ല. അള്ളാഹിനെ മാത്രമേ പേടിക്കുള്ളൂ, പിന്നെ ദുനിയാവിൽ ആരെയും ഹാജി പേടിക്കൂല. കാരണം അവൻ അള്ളാഹുവിന്റെ അതിഥിയായി പോയി വന്ന ആളാണ്. പടച്ചോന്റെ ആദ്യം സ്വീകരിച്ചു വന്ന ആൾക്ക് ഇനി ദുനിയാവിൽ ആരെ പേടിക്കാനാണ്? അതുകൊണ്ട് നിങ്ങളുടെ ഹിദായത്ത് വർദ്ധിക്കാൻ, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കാൻ, നിങ്ങളുടെ നിർഭയത്വം വർദ്ധിക്കാൻ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുക. അതുകൊണ്ട് ഹജ്ജ് നിർബന്ധമായി മുഴുവൻ ആളുകളും എത്രയും പെട്ടെന്ന് ചെയ്യണം. ഹജ്ജ് എന്നുള്ളത് ഒരു മനുഷ്യനെ അള്ളാഹുവിലേക്ക് ലയിപ്പിക്കുന്ന, ഈ പ്രപഞ്ചത്തിന്റെ ഘടനയോട് മനുഷ്യൻ താതാത്മ്യം പ്രാപിക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതിന് വിശ്വാസിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല. നമുക്കറിയാം, ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതിന്റെ സ്ഥലം തീരുമാനിച്ചത് അല്ലാഹുവാണ്, അതിന്റെ സമയം തീരുമാനിച്ചത് അല്ലാഹുവാണ്. അതുകൊണ്ട് അതിൽ തർക്കമില്ല. ഹജ്ജിന്റെ സ്ഥലം അല്ലാഹു തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ എത്ര തർക്കം ലോകത്തുണ്ടാകുമായിരുന്നു? സമയം അല്ലാഹു തീരുമാനിച്ചിരുന്നില്ലെങ്കിൽ എത്ര തർക്കം ഉണ്ടാകുമായിരുന്നു? ഇതാർക്കും തർക്കമില്ല. ഹജ്ജ് അവിടെ നടക്കുള്ളൂ, മക്കയിലെ ഹജ്ജ് നടക്കുള്ളൂ, ദുൽഹിജ്ജിലെ ഹജ്ജ് നടക്കുള്ളൂ. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. 54 കിലോമീറ്റർ മുമ്പ് യലംലം എന്ന് പറയുന്ന മീഖാത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പോകുന്ന ഒരു ഹാജി ആ മീഖാത്തിന് മുമ്പായി ഇഹ്റാമിൽ പ്രവേശിച്ചു, ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച് പരിശുദ്ധമായ മക്കയിലേക്ക് ചെന്ന് തവാഫ് ചെയ്യുന്നു. അതോടുകൂടി അവന്റെ ഹജ്ജ് കർമ്മം ആരംഭിക്കുകയാണ്. എന്താണ് ഈ തവാഫ് എന്ന് പറയുന്നത്? ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലും മനുഷ്യൻ ചിന്തിച്ചാൽ വലിയ യുക്തികൾ. ഹജ്ജിലൊന്നും പറയേണ്ടതില്ല, പറയാൻ നിർബന്ധമായ ഒന്നും ഹജ്ജിലില്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ചെയ്യലാണ്. തവാഫ് ചെയ്യാണ്, സഅയ് ചെയ്യാണ്, ജംറകളിൽ എറിയാണ്, അറഫയിൽ നിൽക്കലാണ്, ഇതെല്ലാം ചെയ്യലാണ്. ഒന്നും പറയേണ്ടതില്ല. ഒരു ഹാജി പരിശുദ്ധമായ കഅബ ശരീഫിന്റെ അടുക്കലേക്ക് ചെന്ന് തവാഫ് ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദ് മുതൽ തവാഫ് ആരംഭിക്കുന്നു. തവാഫ് എന്ന് പറഞ്ഞാൽ കഅബയെ ഇടം വയ്ക്കലാണ്, വലം വയ്ക്കലല്ല. വലിയൊരു ലോജിക്ക് അതിനകത്തുണ്ട്. കഅബയെ ഇടം വെച്ചാലേ തവാഫ് ആവുള്ളൂ. കഅബ നമ്മുടെ ഇടതുവശത്തായിരിക്കണം, വലതുവശത്തായാൽ തവാഫ് ശരിയാവില്ല. എന്താണ് അതിന് കാരണം? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വലതിന് വലിയ പ്രാധാന്യം നൽകിയ മതമാണ്. വലത് കൈകൊണ്ട് ഭക്ഷിക്കുക, വലതുവശം, വലതിനെ മുന്തിക്കുക, വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് വലത്. പക്ഷേ തവാഫിൽ പറയുന്നത് വലതിനെ മുന്തിക്കാനല്ല, ഇടതിനെ മുന്തിക്കാനാണ്. ഇടതുവശം ചേർന്നാണ് തവാഫ് ചെയ്യുന്നത്. എന്താണ് ഇതിന് കാരണം? ഈ പ്രപഞ്ചത്തിന്റെ ചലനം ഇടത്തോട്ടാണ്, വലത്തോട്ടല്ല. പരമാണു മുതൽ ഗാലക്സി വരെയുള്ള പ്രപഞ്ചത്തെ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും ചെറിയ ഘടകമാണല്ലോ പ്രപഞ്ചത്തിൽ പരമാണു എന്ന് പറയുന്നത്. പരമാണുവിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഇടതുവശത്തേക്കാണ്, ആന്റി ക്ലോക്ക് ബേസിൽ. ഒരു ഘടികാര സൂചി പിന്നോട്ട് കറങ്ങും പോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഇലക്ട്രോണുകൾ പിന്നോട്ട് കറങ്ങി ഇടതുവശം ചേർന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പരമാണുവിലെ ചലനമാണെങ്കിൽ നീ ഭൂമി ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ കിടന്നിട്ടുണ്ട് 10 മാസം. നിന്റെ ഉമ്മയുടെ അണ്ടവും നിന്റെ വാപ്പയുടെ ബീജവും ചേർന്ന് സിദ്ധാന്തമായി മാറിയപ്പോഴാണ് നീ ഒരു ഗർഭസ്ഥ ശിശുവായി മാറിയത്. ഈ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് നിന്റെ പിതാവിന്റെ ബീജം കടന്നതിന് ശേഷം ആ ശുക്ലം ഈ അണ്ടത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട്. കുറച്ച് കറങ്ങിയിട്ടാണ് ഈ ശുക്ലവും അണ്ടവും നമ്മൾ യോജിച്ച് സിദ്ധാന്തമായി മാറുന്നത്. ഇവിടെ ഈ ബീജം അണ്ടത്തിന് ചുറ്റും കറങ്ങുന്നതും ഇടതുവശത്തേക്കാണ്, വലതുവശത്തേക്കല്ല, ഇടത്തോട്ടാണ് കറങ്ങുന്നത്. അപ്പൊ എന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ നീ കറങ്ങിയതും ഇടത്തോട്ടാണ്. ആ കറക്കമാണ് നീ കഅബയിൽ കറങ്ങുന്നത്. പരമാണുവിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിയതുപോലെ. ഇനി ഗാലക്സിയെ കുറിച്ച് ചിന്തിച്ചാലോ? ഗാലക്സിയിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ട്. ഈ ചുറ്റലും ഇടതുവശത്തേക്കാണ്, വലതുവശത്തേക്കല്ല. ഗ്രഹങ്ങൾ സ്വന്തം അക്ഷത്തിൽ ചുറ്റുന്നതും വലതുവശത്തേക്കല്ല, ഇടതുവശത്തേക്കാണ്. അപ്പൊ പരമാണു മുതൽ ഗാലക്സി വരെയുള്ള പ്രപഞ്ചം എങ്ങനെയാണോ ഇടതുവശത്തേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ ശക്തിയായി ഞാനും ഈ പരിശുദ്ധ കഅബയുടെ ചുറ്റും അങ്ങനെ ചുറ്റുകയാണ്. അതാണ് തവാഫ്. പ്രപഞ്ചം ചുറ്റും പോലെ ഞാനും ചുറ്റുന്നു, ഇടതുവശത്തേക്ക് ചുറ്റുന്നു. ഇത് 7 പ്രാവശ്യം വേണം. 6 പ്രാവശ്യമായിട്ട് തവാഫാവൂല, 8 ആയാലും ശരിയാവില്ല. 7 എന്താണ് 7ന്റെ കണക്ക്? 7 എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ എണ്ണമാണ്. 7 ഭൂഖണ്ഡങ്ങൾ 7ആണ്, സമുദ്രങ്ങൾ 7ആണ്, ആകാശങ്ങൾ 7ആണ്, ഭൂമി 7ആണ്, ആഴ്ചയിലെ ദിവസങ്ങൾ 7ആണ്. 7 എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ എണ്ണമാണ്. ആ എണ്ണമാണ് തവാഫിൽ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോ പ്രപഞ്ചത്തോട് ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം പ്രപഞ്ചത്തോട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു ഇബാദത്താണ് തവാഫ് എന്ന് പറയുന്നത്. ഇതുപോലെ സഈറുണ്ട് ലോജിക്ക്.
ജംറകളിൽ എറിയുന്നതിന് ലോജിക്കുണ്ട്, അറഫയിലെ നൃത്തത്തിന് ലോജിക്കുണ്ട്. എല്ലാം യുക്തിഭദ്രമായ ഇബാദത്തുകളാണ് പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹാജിമാരോട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അടുത്തയാഴ്ച വ്യാഴാഴ്ചയോടുകൂടി അതിന്റെ അറഫ സംഗമം നടക്കാൻ പോവുകയാണ്. നമ്മൾ ഹാജിമാർക്കൊപ്പം മനസ്സുകൊണ്ട് സഞ്ചരിക്കേണ്ടവരാണ്. വിശുദ്ധമായ ദിനരാത്രങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് നമ്മൾ ധന്യമാക്കി തീർക്കണം. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിക്കണം. ഹാജിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹജ്ജിന് പോകാത്തവർ എത്രയും പെട്ടെന്ന് അടുത്ത വർഷം തന്നെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ഈ സദസ്സിൽ വെച്ച് തന്നെ നിയ്യത്ത് ചെയ്യുകയും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാജിമാർക്ക് അല്ലാഹു ഹജ്ജ് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ.